വെടിനിർത്തൽ കരാർ പ്രകാരമുള്ള സമയപരിധി അവസാനിക്കുന്ന തിങ്കളാഴ്ച ഇസ്രായേൽ സൈന്യം ലെബനനിൽ നിന്നും പൂർണ്ണമായും പിന്മാറില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. കരാർ വ്യവസ്ഥകൾ ലെബനൻ പൂർണ്ണമായും പാലിച്ചില്ലെന്ന് കാട്ടിയാണ് തീരുമാനമെന്ന് നെതന്യാഹു പറഞ്ഞു. ലിറ്റാനിക്കപ്പുറത്തേക്ക് ഹെസ്ബുള്ള പിന്മാറണമെന്ന വ്യവസ്ഥ പാലിക്കപ്പെട്ടില്ലെന്ന് ഇസ്രായേൽ ആരോപിക്കുന്നു. 1.2 ദശലക്ഷത്തിലധികം പേർ കുടിയൊഴിപ്പിക്കപ്പെടുകയും ആയിരങ്ങൾ കൊല്ലപ്പെടുകയും ചെയ്ത ഹെസ്ബുള്ള ഇസ്രായേൽ സംഘർഷം അവസാനിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം നവംബറിലാണ് ലെബനൻ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത്. കരാർ വ്യവസ്ഥകൾ പ്രകാരം 60 ദിവസത്തിനകം ലെബനനിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കണം. ഈ സമയപരിധി ജനുവരി 26 അവസാനിക്കുമെന്നിരിക്കെയാണ് കരാറിനെ തള്ളിക്കൊണ്ട് ഇസ്രായേൽ മുന്നോട്ടു നീങ്ങുന്നത്. കരാറിൽ പറഞ്ഞിരിക്കുന്ന സമയപരിധിക്കപ്പുറവും തെക്കൻ ലെബനനിൽ IDF തുടരുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രഖ്യാപനം. ഹെസ്ബുള്ള കേന്ദ്രങ്ങളും ആയുധങ്ങളും ഒഴിപ്പിക്കപ്പെട്ട മേഖലകളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറുകയും അവിടെ ലെബനൻ സൈന്യം വിന്യസിക്കപ്പെടുകയും വേണമെന്നാണ് വ്യവസ്ഥ. ഈ വ്യവസ്ഥ പാലിക്കുന്നതിൽ ലെബനന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ കാര്യക്ഷമമല്ല എന്നാണ് ഇസ്രായേലിന്റെ വാദം. അമേരിക്കയുമായുള്ള പൂർണ്ണ ഏകോപനത്തോടെ ഘട്ടം ഘട്ടമായി സൈന്യത്തെ പിൻവലിക്കുന്നത് തുടരുമെങ്കിലും അത് തിങ്കളാഴ്ചയ്ക്കുള്ളിൽ ഉണ്ടാകില്ലെന്നാണ് നെതന്യാഹു വ്യക്തമാക്കുന്നത്. ലെബനൻ സൈന്യത്തിന്റെ വിന്യാസം ദുർബലമാണെന്നും ഇത് ഹെസ്ബുള്ളയ്ക്ക് വീണ്ടും സംഘടിക്കാൻ അവസരം നൽകുമെന്നും ഇസ്രായേൽ വാദിക്കുന്നു. വ്യാഴാഴ്ച രാത്രി ചേർന്ന ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് യോഗം ഇത് സംബന്ധിച്ച് സാഹചര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. ഇതോടെ സൈന്യത്തെ പിൻവലിക്കാൻ 30 ദിവസത്തേക്കു കൂടി ഇസ്രായേൽ സമയം ആവശ്യപ്പെട്ടേക്കുമെന്നാണ് മുതിർന്ന ഇസ്രായേലി നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് YNET ന്യൂസ് റിപ്പോർട്ട് ചെയ്തത്. തെക്കൻ ലെബനനിലെ പടിഞ്ഞാറൻ സെക്ടറിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറിയതനുസരിച്ച് കഴിഞ്ഞ ആഴ്ചകളിൽ ലെബനീസ് സൈന്യം വിന്യസിക്കപ്പെട്ടിരുന്നു. എന്നാൽ കിഴക്കൻ സെക്ടറിലെ പല ഗ്രാമങ്ങളിലും IDF തുടരുകയാണ്. ഇവിടങ്ങളിൽ നിന്നുള്ള പിന്മാറ്റത്തിലാണ് കാലതാമസമുണ്ടാകാൻ പോകുന്നത്. എന്നാൽ 60 ദിവസത്തിനപ്പുറമുള്ള കാലതാമസം കരാറിന്റെ നഗ്നമായ ലംഘനമായി കാണുമെന്ന് ഹെസ്ബുള്ള പറഞ്ഞു കഴിഞ്ഞു. ഇതോടെ ഹെസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ആക്രമണങ്ങൾ പുനരാരംഭിക്കാനുള്ള സാധ്യത കണക്കാക്കി ഇസ്രായേൽ സൈന്യം തയ്യാറെടുപ്പുകൾ ആരംഭിച്ചെന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേലിന്റെ റിപ്പോർട്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.